എവരിവൺ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഡ്രാമ കേട്ടോ. എനിക്ക് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രാമ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ ഒരു ഡ്രാമ കാണാൻ പോവുകയാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഇതൊരു ലൈക്ക് ചെയ്തിട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഒരുപാട് പേര് കാണുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത അടിപൊളി ഡ്രാമയാണ്. സോ മാക്സിമം ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ഭയാനകമായ രൂപത്തിലും ഭാവത്തിലും ഭയങ്കര പേടിയോട് കൂടിയിട്ട് കാട്ടിലിങ്ങനെ ഓടി നടക്കുകയാണ്. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയാനകതയോട് കൂടി ആ പെൺകുട്ടീൻ്റെ ഉള്ളിൽ എന്തോ വലിയ പേടിയും കാര്യങ്ങളൊക്കെ ആരോ അവളെ ഫോളോ ചെയ്യുന്ന പോലെ അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ, ഹെൽപ്പ് ചോദിച്ചുകൊണ്ട്. അവൾക്ക് എന്തോ വലിയ സംഭവം പറ്റിയെന്നുള്ള കാര്യം ഷുവറാണ്. കാരണം അത്രയും വിഭ്രാന്തിയോട് കൂടി പ്രാന്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവളിങ്ങനെ ഓടിപ്പോകുന്നത്. അങ്ങനെ ഈ ഓടിപ്പോകുന്ന ഇടയിൽ അവൾ ചെറുതായിട്ടൊന്ന് തെന്നിയിട്ട് ഒരു കല്ലും പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ചെറിയ ഒരു അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ക്ഷീണിതമായിട്ട് അവളിങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ രൂപം ഉണ്ടല്ലോ, അത് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ ഉപദ്രവിക്കുക കേട്ടോ. ഐ മീൻ അവളെ കൊല്ലുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവളുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ അവിടെ ആവുന്നുണ്ട്. ആ ഒരു മരത്തിൽ ആ ഒരു സെയിം മരത്തടിയുമത്തിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വേറൊരു ടീംസും കാര്യങ്ങളും വരികയാണ്, ന്യൂബീസ്. അങ്ങനെ ഈ ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാണ് പുതിയ അംഗങ്ങൾ. അങ്ങനെ ആ ഒരു സെയിം തടിയുമ്പോൾ തന്നെ ഒരാൾ വന്ന് കാല് ചവിട്ടിയിട്ടുണ്ട്. ആരാണത്? നമ്മുടെ കഥയിലുള്ള ആൾക്കാർ തന്നെയാണ്. സോ ഇവളുടെ പേര് മിയ എന്നാണ്. ഇവളാണെങ്കിൽ മാപ്പ് നോക്കിയിട്ട് ഇവർ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഹൈക്കിങ്ങിൻ്റെ ഇടയിലാണെങ്കിൽ ഒരു വഴിയും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ഇവർ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പ് നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ 10K പ്ലസ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വെച്ചെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇത്രയൊക്കെ ഇതായിട്ട് പോലും അവരുടെ ഡേവ് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടും കാര്യങ്ങളൊന്നും തീരെ ക്ഷീണം ഭാവിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ട് അവൻ ഇൻട്രോവേർട്ടാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാറ്റിനെ കണ്ടോ, ഈ ഒരു പുള്ളിക്കാരൻ്റെ പേരാണ് മാറ്റ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ? അതേ നമ്മുടെ സെക്ഷൻ ഈല ആരിസ് ആണ് ഇതിൽ മാറ്റായിട്ട് അഭിനയിക്കുന്നത്. നെക്സ്റ്റ് കഥാപാത്രമാണ് സെന്നാണ് നമ്മുടെ കഥയിലെ മെയിൻ നായിക കേട്ടോ. സോ സെന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ GPS കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. മറ്റൊരാണെങ്കിൽ കൂടെ മറ്റൊരു പഴയൊരു ഭൂപടവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവളാണെങ്കിൽ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെൽ കോൺഫിഡൻസോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ കൂടെ വരുന്ന ഇടയിൽ അവളൊരു പൂച്ചനെ കണ്ട് പേടിച്ചിട്ട് ആ ഒരു പേടിയോടെ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ കളിയാക്കിക്കൊണ്ട് അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ യാത്രയും കാര്യങ്ങളൊക്കെ പിന്നീട് തുടരുക കേട്ടോ. ഇവരാണെങ്കിൽ രണ്ടുപേര് രണ്ട് ടീം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ്. കാരണം കാർഡാണല്ലോ ഒരു സ്പേസും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ സെന്നും അതുപോലെ തന്നെ മാറ്റും കൂടെ ഇന്ന് ഒരുമിച്ച് സംസാരിച്ച് വരുന്നുണ്ടായിരുന്നത്. ഇവരാണെങ്കിൽ ഇവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ അല്ലറച്ചുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേടിയെ കുറിച്ചിട്ട് ഒരു പൂച്ചനെ കണ്ട് പേടിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ കുറച്ചും കൂടെ ക്യൂരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും. പേടിയൊക്കെ ആണെങ്കിൽ എക്സ്ട്രീം പേടിയും കാര്യങ്ങളാണ് നമ്മുടെ സെന്നിനുള്ളത്. ഒന്നാമത് ഈ ഒരു ഹൈക്കിങ്ങിനിടയിൽ ഒരു വഴി തെറ്റി. സോ ഇവൻ്റെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ സെന്ന് വീഴാൻ പോകുമ്പോൾ നമ്മുടെ മാറ്റ് അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചേരം അവർ നോക്കി നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെക്സ്റ്റ് ടീംസിനെ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ആ മാപ്പ് നോക്കിയിട്ട് എന്താ ചെയ്യണമെന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഹെൽ യൂണിവേഴ്സിറ്റി ഇവരിവിടെ അടുത്തുണ്ട്. സോ ആ ഒരു യൂണിവേഴ്സിറ്റി എവിടെയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അവർ അങ്ങോട്ടേക്ക് നടക്കുന്നത്. അങ്ങനെ അവർ നടക്കുന്ന ഇടയിലാണ് അവർ പറയുന്നുണ്ടായിരുന്നു, മാപ്പ് നോക്കുന്ന മിയ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ അടുത്തൊരു ഗേറ്റ് ഉണ്ട്, നമ്മൾ ഏകദേശം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗേറ്റ് ഉണ്ട്, അത് ഹെൽ യൂണിവേഴ്സിറ്റീൻ്റെ ഗേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. സോ അവർ അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഒരു ചിന്ത വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്തയാണ്. കാരണം ഒരുപാട് നേരം ഇവർ ഈ ഒരു ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളമില്ല, ഫുഡില്ല, ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഭയാനകമായിട്ടുള്ളൊരു പഴകിയ രീതിയിലുള്ളൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ സെന്നിന് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഹെൽ യൂണിവേഴ്സിറ്റിക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല പക്ക അടിപൊളിയാണ്. എക്സ്പ്ലനേഷൻ എത്രമാത്രം ഓക്കെ ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല. സോ ഇവരങ്ങനെ അതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരെയും ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവർക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. ഇവിടെ ആരും കാണാത്തതുകൊണ്ട് തന്നെ ഇവരവരെ വിളിക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മുടെ സെന്നിനാണെങ്കിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഭയാനകം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഒറ്റപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും വിളിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. സെന്ന് തിരിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മിയ പറയുന്നത് ഇത്രയും ദൂരം നമ്മൾ നടന്ന് വന്നതില്ലേ, സോ നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അവർ വിളിച്ച് നോക്കുമ്പോൾ ആരുടെ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ഒരുപാട് നേരം അവരെ വിളിച്ച് നോക്കുന്നുണ്ടല്ലോ, നല്ല ലൗഡായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. മിയയ്ക്കാണെങ്കിൽ അവിടെ എങ്ങനെയെങ്കിലും ഇവിടെ ഒരുപാട് ദൂരം വന്നതിലൊന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള അവസ്ഥയാണ്. സെന്നിനാണെങ്കിൽ ഭയങ്കര പേടിയും കാര്യങ്ങളും. അപ്പോൾ ആരും വരാതെ ഇപ്പോൾ അവരിങ്ങനെ തിരിച്ച് നടന്ന് പോവുകയാണ്. അപ്പോൾ അവർ നടന്ന് പോകുമ്പോഴും അവർക്ക് ഇനി ആ ഒരു പ്രതീക്ഷ
വിഷയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്താ കാട്ടുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഹൈക്കിങ്ങിന് വന്നത് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്കൂൾ ഞങ്ങളിവിടെ കണ്ടത്. സോ ഞങ്ങൾക്ക് നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാന്നുള്ള രീതിയിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഗേറ്റ് ക്രോസ് ചെയ്ത് പോകുക കേട്ടോ. നമ്മുടെ സെന്നിനാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഇത്രയും ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലും കാര്യങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ള എന്താവും ഏതാന്നുള്ളതൊന്നും അറിയില്ല. പ്രത്യേകമായിട്ട് ഇവർ ഈ ഒരു ഗേറ്റ് പൂട്ടുന്നത് കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വാച്ച്മാൻ ആണെങ്കിൽ പറയുന്നതും കൂടെ ഉണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരു 7 മണിയാകുമ്പോൾ പക്ക കറൻലി ചേഞ്ച് ആവും എന്നുള്ള കാര്യം കേട്ടോ. കാരണം ഭയങ്കര ഹൊറിബിളായിട്ടാണ് ആ ഡയലോഗും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഭയങ്കര വണ്ടറായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ക്യൂരിയസ് ലൈക്ക് ഇങ്ങനെ എന്തായിരിക്കും ഏതാന്നുള്ളൊരു എക്സൈറ്റഡോട് കൂടിയാണ് കയറുന്നുണ്ടായിരുന്നത്. പക്ഷേ ഹൊറിബിൾ ആയതുകൊണ്ട് തന്നെ അവർ അകത്തേക്ക് ചെന്നപ്പോൾ അങ്ങനെ തന്നെയാണ്. അടുത്ത സ്റ്റുഡൻസ് ആണെങ്കിലും അവർ ചെയ്യുന്ന ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര അസ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഭയങ്കര ഒരു സ്കൂളാണെന്നുള്ള രീതിയിലല്ല അവർ പെരുമാറുന്നത്. അതുപോലെ പ്രേതാലയം പോലെ അലഞ്ഞ് നടക്കുന്ന പോലെ കുറച്ച് ടീംസിനെയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്നിട്ടാണെങ്കിൽ ഇവരാണെങ്കിൽ പരസ്പരം ഓടി വന്നിട്ട് തല്ലുണ്ടാക്കുക, പരസ്പരം ആയുധങ്ങൾ കൊണ്ടാണ് തല്ലുണ്ടാക്കുന്നത്. ഭയങ്കര ബ്ലഡി ആയിട്ടുള്ള ഓരോ കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ടീംസ് ഭയങ്കര പേടിച്ച് പറിച്ച് നിൽക്കുക കേട്ടോ. കാരണം അത്രമാത്രം ശക്തമായിട്ടാണ് ഗേൾസും ബോയ്സൊക്കെ പരസ്പരം അടി കൂടുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായ ഇറ്റ്സ് റിയൗട്ട്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ കലാപവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം നമുക്ക് വഴി അറിയാം കേട്ടോ. അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. സോ പ്രിൻസിപ്പൽ ഹെഡ് മിനിസ്റ്ററെ അടുത്തേക്കാണ് ഇവർ പോകുന്നത്. ഇവരവിടെ കയറുമ്പോൾ ഭയങ്കര വണ്ടർ, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്ത് വേണമെന്നറിയില്ല. സോ പക്ഷേ ഒരാൾ പറയുന്നുണ്ടായിരുന്നു എന്തില്ലെങ്കിലും നമുക്ക് വൈഫൈ കണക്റ്റ് ആയി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. ഏകദേശം നമ്മളൊക്കെ സ്വഭാവം തന്നെയാണ് അവരവിടെ പ്രകടമാക്കുന്നത്. പിന്നീടും കാണുന്നത് അവർ നല്ല അടിപൊളിയായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സ്റ്റുഡൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തല്ലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ പേര് പറയുന്നത് മാഡം വോയലറ്റ് എന്നാണ്. ഭയങ്കര ഭയാനകമായിട്ടുള്ള രൂപം, ഐ മീൻ കുറച്ചൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന രൂപമാണല്ലോ ഈ ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ അല്ലേ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഭയങ്കര സ്റ്റൈലായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ എത്രയും സ്റ്റുഡൻസ്. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചോദിക്കുന്നത് എന്തത് ഗവൺമെൻറ് ആണോ അല്ല അത് പക്കാ പ്രൈവറ്റ് സ്കൂളാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഒരു കൺവെൻഷനൽ ആണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൺവെൻഷനിൽ എന്ന് പറയുമ്പോൾ. പറയുന്നുണ്ടായിരുന്നു ഇവിടെ 7 to രാത്രി വൈകുന്നേരം 7 മണി to രാവിലെ 5 മണി വരെ ഇതൊരു ഫ്രീഡം നൈറ്റാണ്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിന് ഒരു ബ്ലഡി നൈറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ഒരു ഹൊറർ ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടാതെ തന്നെ കൊലപാതകം ഇവിടെ സ്വാഭാവികമാണ്. സോ കൊലപാതകം വരെ നിങ്ങൾക്ക് അവിടെ ചെയ്യാന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീംസിന് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ അവർ തിരിച്ച് പോകാന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് പോവുകയാണെങ്കിൽ എന്തായാലും ജീവനോട് കൂടി പോകില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ആ വാച്ച്മാൻ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയൊരു കടാരയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ സെന്ന് തിരിച്ച് പോകാന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവസാനം ആ ഒരു കടാരയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവളെ നല്ല രീതിയിൽ ശാന്തമാക്കിയിട്ട് ഇവിടെ നിൽക്കാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെന്നിൻ്റെ ആ ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹെഡ് മിസ്ട്രസ് പറയുന്നുണ്ട് നിനക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതെന്തായാലും നല്ലതിനാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ മറ്റൊരു കാണിച്ച് തരുന്നുള്ള രീതിയിൽ. അങ്ങനെ അയാളുടെ ഒപ്പം ആ ഒരു ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു അടിപൊളി റൂംസും കാര്യങ്ങളും ഐ മീൻ നല്ലൊരു ഡോമിനൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര പക്ക നീറ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെന്നിന് നല്ല ടെൻഷനും കാര്യങ്ങളും, അവൾക്കാണെങ്കിൽ ഓരോ ടെൻഷനും കാര്യങ്ങളും ഭയങ്കര പേടി നിഗൂഢമായിട്ട് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ഫ്രണ്ട്സ് മാറ്റിനോട് പോയി സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മാറ്റ് അവളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. സോ അവളിപ്പോൾ എന്ത് ചെയ്യാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവൻ പറയുന്നുണ്ടായിരുന്നു നീ ഇവിടെ എന്ത് സന്തോഷിക്കും, എന്തിനാ ഇവിടെ കുറിച്ച് പേടിക്കണം എന്നുള്ള കാര്യങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് ഫ്രീ അല്ല ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഒരു സ്കോളർഷിപ്പ് കിട്ടി കുട്ടികളെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കതിനിങ്ങനെ അവരെന്നെ ആ കിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കോളർഷിപ്പിന്. എനിക്ക് അത് പേരൻസിനോട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഏകദേശം അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഇതൊരു കലാപം എന്ന് പറഞ്ഞ സ്ഥലമാണോ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ആ പേടിയും കാര്യങ്ങളും കൊണ്ടാണ് അവൾ ഇങ്ങനെ നിഗൂഢമായിട്ട് ഓരോ കാര്യങ്ങൾ ക്യൂരിയസായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് മനസ്സിലാവുന്നത്. സോ അവളൊന്ന് കാമാക്കാൻ വേണ്ടി അവളെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ റൂമിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോഴാണെങ്കിൽ അവൾക്ക് എന്തവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ ഭയങ്കര ഓരോന്ന് ആലോചിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക്
പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവളുടെ ചിന്ത എന്താണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര ക്വയറ്റ് ആയിട്ടാണല്ലോ ഈ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ അവിടെ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നത്, ഓരോ സ്ഥലത്തേക്കുള്ള ഒരു ആരോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൾ പാർക്കിലേക്ക് പോകട്ടെ, കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കാന്നുള്ള രീതിയിലാണ് പോകുന്നുണ്ടായിരുന്നത്. അവിടെ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഊഞ്ഞാൽ മാത്രമല്ല, ഭയങ്കര ഹൊററായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ ആ ഒരു ഊഞ്ഞാലയിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മേലെ നിന്ന് ഒരാൾ നേരടിക്ക് ചാടി വന്നത്. ഇവളാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അവിടെ അവനെ ആ നോക്കി നെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കും, അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെടും, എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കും, ഇവളുടെ ജീവിതം എന്തായി മാറും എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാട്ടോ. ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമ ഇട്ടത്. നെക്സ്റ്റ് എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ പക്കാ വെയിറ്റിംഗ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓരോ എപ്പിസോഡും 2 പാർട്ടായിട്ടായിരിക്കും ഇത് ഇടുന്നുണ്ടായിരിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിലിടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് പേര് കാണുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. സോ ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.